ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരുത്തന്റെയും തള്ളേരെയും തന്തയുടെയും വകയല്ല. ദേ ഈ ഒരു അമ്മയില്ലേ രാവിലെ വന്നതാണ് ഹോസ്പിറ്റലിൽ. ആ അമ്മയുടെ ടോക്കൺ 90 ഒരു പരിഗണന പോലും ആരും കൊടുത്തില്ല. 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് എന്ന ഒരു സെപ്പറേറ്റ് ഒരു ക്യൂ എങ്ങാനും കൊടുക്കണ്ടേ. ഈ ഒരു സെക്യൂരിറ്റി ഇല്ലേ, ഇയാൾ എന്തോ വലിയ സംഭവം എന്നും പറഞ്ഞാണ് ഇയാൾ അവിടെ കിടന്ന കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം. ആരോടും ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. വയസ്സായവർക്കോ കൊച്ചു കുട്ടികൾക്കോ അല്ലാതെ വരുന്നവർക്കോ ആർക്കും ഒരു ക്യൂ ഇല്ലാതെ എല്ലാം അവിയൽ രൂപത്തിലാണ് ക്യൂ. എന്നാൽ വന്ന് കുറച്ചു നേരം ഒരു ക്യൂ ഉണ്ടാക്കി വെച്ചിട്ടോ അവരവരെ കാര്യം നോക്കി പോവുകയും ചെയ്യും. ടോക്കൺ അനുസരിച്ചാണ് കയറേണ്ടത്. എന്നാൽ എല്ലാവരും അങ്ങനെ കയറുമോ? അതുമില്ല. ഈ അമ്മ അവിടെ നിന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അവസാനം കുറേ പേര് പറഞ്ഞ അമ്മയ്ക്ക് ഒരു തുണ്ടെടുത്ത് കൊടുക്കാനായിട്ട് ആരും തന്നെ കേട്ടില്ല. അവസാനം നമ്മളെല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ആ പാവ അമ്മയ്ക്ക് ഒരു തുണ്ട് തന്നെ അവിടെ നിന്ന് എടുത്ത് കൊടുത്തത്. വീട്ടിൽ തീർച്ചയായിട്ടും മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും മെയിൻ പ്രശ്നം ഇതാണ്. ക്യൂ തെറ്റിച്ചാണ് ആൾക്കാർ പകലും കയറുന്നത്. പിന്നെ വയസ്സായവർക്ക് ക്യൂ അത് തീർച്ചയായിട്ടും ഉണ്ട്. 60 വയസ്സിന് മേളിലുള്ള ക്യൂ ഉണ്ട്. എന്നാൽ പോലും ഇയാളൊക്കെ എവിടെ പിടിച്ച സെക്യൂരിറ്റിനെ പിടിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലുകാർ നിയമിച്ചേക്കണേ. അത് തിരിച്ചു വിടണ്ടേ, എന്നിട്ട് അവിയിൽ പരുവത്തിലാക്കി. എന്നാൽ പ്രായമായ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ആ വയ്യാതെ വന്നിരുന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല, ആരുമില്ല. എന്നാൽ ഈ കൂട്ടം തെറ്റിച്ച് കയറുവാണ്. നിങ്ങളെപ്പോലുള്ള അവിടെയുള്ളവരെ പോലെ അസുഖബാധിയായ ഒരു അമ്മയാണത്. എന്നിട്ട് പോലും ആരും തയ്യാറായില്ല. വലിയ ബഹളം വെച്ചിട്ടാണ് തുണ്ട് കടലാസ് എടുത്ത് കൊടുക്കാൻ തയ്യാറായെന്നാണ് പറഞ്ഞത്. എങ്ങോട്ട് പോകുന്നു? ഇവിടുത്തെ സെക്യൂരിറ്റി, ഇവിടുത്തെ കുറേ നിയമങ്ങൾ പൊളിച്ചു എഴുതണേ. അവിടെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിനൊക്കെ പിടിച്ച് പറഞ്ഞു വിടണം. അയാളെ നിയന്ത്രിക്കാനില്ലേ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ക്യൂ ആണ്. ഒരു 60 വയസ്സുകാർക്ക് ക്യൂ ഉണ്ട്. മരുന്നെടുക്കുന്ന സ്ഥലത്തും ഉണ്ട്, ചീട്ടെടുക്കുന്ന സ്ഥലത്തും ഉണ്ട്. ഇവർ പുള്ളി അങ്ങനെ ഇടകലർത്തി വെക്കണമെന്ന്. അത് എണീറ്റ് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത വ്യക്തികളൊക്കെ ആയിരിക്കും. അങ്ങനെ പിടിച്ച് അവർക്ക് വല്ല തലകർക്കം വല്ലതും ഉണ്ടായ ഏറെ സമാധാനം പറയും? ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ ആയാൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ സെക്യൂരിറ്റീസിനെയൊക്കെ നിയമിക്കാതിരിക്കുക, കർശനമാക്കുക. കാരണം അവിടെ രോഗികളാണ് അവിടെ വരുന്നത്. ആ ഒരു മനുഷ്യത്വം എങ്കിലും കാണിക്കുക.